ട്രാക്ടർ വ്യൂസ് ഓൺലി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എല്ലാ ട്രാക്ടറുകളുടെയും മെക്കാനിക്കൽ വർക്കുകൾ എടുക്കുന്ന ദാസേട്ടൻ. പാലക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹം ഏകദേശം ഒരു 40 വർഷത്തോളമായി മലപ്പുറം ജില്ലയിലെ തിരൂർ ആലത്തിയൂർ എന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 94 47 744 435 944 77 444 35. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ. കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങൾക്ക് സൈറ്റ് വർക്കിന് വിളിച്ചാലും ഇദ്ദേഹം വരും. ലക്ഷദ്വീപിൽ നിന്ന് വരെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വർക്കിന് ട്രാക്ടർ വരാറുണ്ട്. അതുപോലെ മഹീന്ദ്ര, സ്വരാജ്, ഫോഴ്സ് കമ്പനി, അങ്ങനെയുള്ള ട്രാക്ടറുടെ കമ്പനികളിലൊക്കെ ഇദ്ദേഹം ഫോർമാനായിട്ട് മെക്കാനിക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ടുള്ളത് ട്രെയിലറിൻ്റെ ഹൈഡ്രോളിക് ജാക്കി സീല് പോയിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്യാനാണ്. 2 ജാക്കിയാണ് സാധാരണയായിട്ട് വരാറ്, വലുതും ഒന്ന് ചെറുതും. അത് വലിയ ജാക്കിൻ്റെ സീലാണ് ഏകദേശം ഒരു 80% 90% സീല് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാറ് എല്ലാ വണ്ടികളിലും. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു സീലാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഈ സീല് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂർ Mmk ഓട്ടോമൊബൈൽസിൽ കിട്ടും, അല്ലെങ്കിൽ പിന്നെ പാലക്കാട് കിട്ടും. Mmk ഓട്ടോമൊബൈൽസിൻ്റെ നമ്പർ 98 46 370 479 9846 370 479. ഇവിടെ ട്രാക്ടറുകളുടെ എല്ലാ സ്പെയറുകളും കിട്ടും. ഏകദേശം 90% ട്രാക്ടറുടെ സ്പെയറുകൾ കിട്ടും. പിന്നെ റൊട്ടവേറ്ററിൻ്റെ സ്പെയർ കിട്ടും, ട്രെയിലറിൻ്റെ ബെയറിങ്ങുകൾ കിട്ടും. അതുപോലെ റൊട്ടവേറ്ററിൻ്റെ ബ്ലേഡുകൾ, കൾട്ടിവേറ്ററിൻ്റെ ബ്ലേഡുകൾ, വീൽ ബോൾട്ടുകൾ, ഇങ്ങനെയുള്ള എല്ലാ സ്പെയറുകളും ഈ Mmk ഓട്ടോമൊബൈൽസിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സീലും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. തീർച്ചയായും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇദ്ദേഹം എൻജിൻ്റെ വർക്കുകൾ, ഹൗസിങ്ങിൻ്റെ വർക്കുകൾ, ക്ലച്ച്, ബ്രേക്ക് വർക്കുകൾ, അങ്ങനെ ട്രെയിലറിൻ്റെ വർക്കുകൾ, അതുപോലെ റൊട്ടവേറ്റർ വർക്കുകൾ, എല്ലാ വർക്കുകളും ഇദ്ദേഹം ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് ഏത് സൈറ്റിലേക്ക് വിളിച്ചാലും ഇദ്ദേഹം വരും. ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ വേറെ സൈറ്റിലാവുമ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു നെട്ടാണ് ഇതിന് വരിക. ഇത് ഏറ്റവും പഴയ മോഡൽ ടൈപ്പ് സീലാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 23 വർഷമായിട്ടുള്ള ഒരു ട്രാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ജാക്കി ഏകദേശം ആ ഒരു
പഴക്കം തന്നെ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷേ അത്ര കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. അത് അങ്ങനെ പരിക്കുള്ള ഓട്ടങ്ങളൊന്നും ഓടാത്ത വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ സീലാണത്, പുതിയത് മാറ്റി. സാധാരണ ചില ജാക്കികളൊക്കെ എന്ന് പറഞ്ഞാൽ ത്രെഡൊക്കെ ക്രോസായി കയറി പരിചയമില്ലാത്തവരൊക്കെ കഴിക്കുമ്പോൾ ത്രെഡൊക്കെ ക്രോസിൽ കയറിയിട്ട് ടൈറ്റ് ആവാതെ അങ്ങനെ അടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഗാഡികളൊക്കെ പോയിട്ടുണ്ടാവും. പുതിയ മോഡൽ ജാക്കിൻ്റെ സീല് എന്ന് പറഞ്ഞാൽ ചിലതിന് ഓറിങ്ങുകൾ വരും. റിങ് പോലത്തെ 2 റിങ്ങോ 3 റിങ്ങോ ഒക്കെ വരും, ടിപ്പറിൻ്റെ ജാക്കിയൊക്കെ പോലെ. ഈ ജാക്കിയിലുള്ള പഴയ ഓയിൽ ഏകദേശം 1 ലിറ്റർ 1.5 ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഓയിൽ നമ്മൾ ഒഴിവാക്കുകയാണ് നല്ലത്. പിന്നെ നമ്മളൊരു ജാക്കിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ പുതിയ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നല്ലത്. മൊത്തമായിട്ടല്ല, ഈ ജാക്കിൻ്റെ അടിഭാഗത്ത് താഴ്ഭാഗത്ത് കുറച്ച് ഓയിൽ ബാക്കിയുണ്ടാവും, അത് ഒഴിവാക്കിയിട്ട് പുതിയ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ വണ്ടിയിൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഫസ്റ്റ് ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മളൊന്ന് പൊക്കി നോക്കില്ല. അപ്പോൾ പൊക്കി നോക്കുമ്പോൾ ഈ വണ്ടിൻ്റെ ഹൈഡ്രോളിക് ടാങ്കിലുള്ള ഓയിൽ മൊത്തം ഈ ജാക്കിലേക്ക് പോകും. അപ്പോൾ അതിൽ ടാങ്കിൽ ഓയിൽ കുറവുണ്ടാകും. ആ കുറവുള്ള ഓയിൽ നമ്മൾ ഈ ജാക്കിൽ നിന്ന് എടുത്ത ഈ പഴയ ഓയിൽ ഒഴിക്കരുത്, അതേപോലെ പുതിയ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കുറവുള്ളത്. ഇത് ശരിക്കും നമ്മൾ ഈ മേൽഭാഗത്ത് വല്ല മരക്കട്ട എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് ശരിക്കും തട്ടാൻ. ഇത് ചെറിയ ഒരു നമ്മളൊരു ലോഡാവാനും വേണ്ടിയിട്ടുള്ളൊരു തട്ട് മാത്രമേ തട്ടണുള്ളൂ. അതുകൊണ്ടാണ് മരക്കട്ട വെക്കാഞ്ഞത്. ഇനി ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നേരെ തല തിരിച്ചിട്ട് മേലേക്ക് പൊക്കിയിട്ട് മരക്കട്ട അമർത്തലാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവും. മരക്കട്ടയിൽ പെട്ടെന്ന് താത്തിയിട്ട് ഈ അടിഭാഗത്തുള്ളത് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും. ആ വീഡിയോ ഞാനിതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് കുറച്ച് ക്ലിയർ കുറവായതുകൊണ്ട്. വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഹൈഡ്രോളിക്കൊന്ന് ഫസ്റ്റ് പൊക്കി നോക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നല്ല റേസ് ആക്കേണ്ട ആവശ്യമില്ല. സ്ലോ റണ്ണിങ്ങിൽ തന്നെ ഓയിലൊന്ന് ലോഡാവാനുണ്ടാവും. ജാക്കിയിൽ ഓയിലൊക്കെ കാലിയായതല്ലേ. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു ഇത് സീല് നല്ല ടൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്നങ്ങോട്ട് ഫ്രീ ആവാനുണ്ടാവും, ഒന്ന് സെറ്റാവാനുണ്ടാവും. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ജർക്കിങ് ഒക്കെ പോവും. ഇത് താഴ്ത്തുമ്പോഴുണ്ടാവും ഒരു ചെറിയൊരു ജർക്കിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.